ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശിനി ഹർഷിന തുടർ ചികിത്സയ്ക്കായി ധനസമാഹരണം തുടങ്ങി. MK രാഘവൻ ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ഹർഷിനയുടെ സമരം അട്ടിമറിച്ചത് CPM ജില്ലാ സെക്രട്ടറി P മോഹനാണെന്ന് MK രാഘവൻ ആരോപിച്ചു. മന്ത്രി തന്നെ സമരപന്തലിൽ പോയി ഹർഷിനെ കണ്ട് ആശ്വസിപ്പിച്ചതാണ്. ആ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് കിട്ടിയുടനെ നടപടി സ്വീകരിക്കുമെന്ന്. എന്നാൽ ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനെ ഒരു യോഗത്തിൽ വെച്ച് പാർട്ടി സെക്രട്ടറിയാണ് പറയുന്നത് 5 ലക്ഷത്തിലപ്പുറം ഒരു കാശ് തരില്ല, പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ഭരണകക്ഷിയാണ് തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റ് അല്ലേ? അതുമാത്രമല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇവരെ വിളിച്ച് ചർച്ച നടത്തി നിങ്ങൾ ആലോചിക്കണം. വിശദാംശങ്ങളുമായി VS രഞ്ജിത്ത്. ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഹർഷിനയുടെ ആവശ്യങ്ങൾ എന്താണ്? നികേഷ്, സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളിൽ പരിഹാരമാവാത്തതുകൊണ്ടാണ് ഹർഷിനയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന മെഡിക്കൽ എമർജൻസി ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിന് വേണ്ടി സഹായ സമിതി ക്രൗഡ് ഫണ്ടിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ്. അതിന്റെ അക്കൗണ്ട് നമ്പറും വിവരങ്ങളും ഒക്കെ അവർ പുറത്തുവിടും. അത് ഉദ്ഘാടനം ചെയ്തത് MK രാഘവൻ MP ആണ്. ഗുരുതരമായ ഒരു ആരോപണം CPM-നെതിരെ MK രാഘവൻ MP ഈ ഉദ്ഘാടന വേളയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹർഷിനയുടെ സമരം നടക്കുന്ന ഘട്ടത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി നേരിട്ട് ചർച്ച നടത്തുകയും 5 ലക്ഷത്തിൽ കൂടുതൽ തുക തരാൻ പറ്റില്ല എന്ന് നിർബന്ധമായി പറയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പോലും പാലിക്കപ്പെടാതെ പോയത്. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഉടൻ പണം നൽകാമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതുപോലും നടന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, ധനസഹായത്തിലേക്ക് പോവാതിരുന്നത് CPM ജില്ലാ സെക്രട്ടറി അന്ന് പറഞ്ഞ നിലപാട് കൊണ്ടാണെന്നാണ് MK രാഘവൻ ആരോപിക്കുന്നത്.